Boat Wave Infinity. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും 1990 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ അങ്ങോട്ട് ലോഞ്ച് ആവാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വേവ് ഇൻഫിനിറ്റിയെ കുറിച്ച് പറഞ്ഞതിന് മുന്നേ മറ്റൊരു കാര്യം പറയാനുള്ളത് വേവ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ ഒരു വാച്ച് അവൈലബിൾ ആണ്. 2499 രൂപയാണ്. സെയിം ആണ് ഈ ഒരു സ്പെക്ക് വെച്ച് നോക്കുമ്പോഴും ആ ഒരു ഡിസൈൻ വെച്ച് നോക്കുമ്പോഴും. സോ 2499 രൂപയ്ക്ക് നിങ്ങൾ ആ ഒരു വേവ് എഡ്ജ് വാങ്ങിക്കാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. കൂടാതെ വേവ് എഡ്ജ് തന്നെ വേണമെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അതിന് 1990 രൂപയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വേവ് ഇൻഫിനിറ്റി 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2490 അല്ലെങ്കിൽ 2990 പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴും ഇതിന്റെ റേറ്റ് 1990 ആയിരിക്കാം. എന്തായാലും അത് നമ്മുടെ ഭാഗ്യം കണക്കിരിക്കും. എന്തായാലും നിങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കുക, അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയിട്ട് ഏതിലാണോ റേറ്റ് കുറവ് അതിലോട്ട് അങ്ങോട്ട് വാങ്ങിക്കുക. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ വേവ് ഇൻഫിനിറ്റി സ്പെക് വൈസ് നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാകുന്നുണ്ട്. കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാനും ഇതങ്ങോട്ട് വാങ്ങിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവി ചെയ്യാം. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, ഗ്രേ എന്നിങ്ങനെ 4 കളേഴ്സിലാണ് അവൈലബിൾ ആകുന്നത്. ഏതിനാണെങ്കിലും 1990 രൂപയാണ്. പിന്നെ ഇതിലൊക്കെ തന്നെ നമുക്ക് സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലാക്ക് തന്നെ എടുക്കണം അല്ലെങ്കിൽ ബ്ലൂ തന്നെ എടുക്കണം എന്നുള്ളതില്ല. പൊതുവെ ബ്ലാക്ക് എടുക്കുന്നതാണ് കുറച്ച് ബെറ്റർ. കാരണം വെച്ചാൽ ബ്ലാക്കിനോട് മറ്റുള്ള ഏത് സ്ട്രാപ്പുകളും അങ്ങോട്ട് സ്യൂട്ട് ആവുന്നതാണ്. പിന്നെ ഈ ഒരു സ്ട്രാപ്പുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ വളരെ ലാഭകരമായിട്ട് നിങ്ങൾക്ക് സ്ട്രാപ്പുകളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ 1.8 ഇഞ്ചിന്റെ HD ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് ലഭ്യമാകുക. കൂടാതെ 550 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ്. സോ അത്യാവശ്യം നല്ല സണ്ണി ഡേയ്സിൽ പോലും ഒരു 100% നമ്മൾ ബ്രൈറ്റ്നസ് ഇട്ട് കഴിഞ്ഞാൽ വിസിബിൾ ആവും. പക്ഷേ പെട്ടെന്ന് ബാറ്ററി അങ്ങോട്ട് ഡ്രെയിൻ ആവും. 240x284 ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. കൂടാതെ 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് കേട്ടോ. അതായത് ബെസൽസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും നമുക്ക് ഈ ഒരു വാച്ചിൽ കേട്ടോ. എന്നാലും സാധനം അങ്ങോട്ട് കൈ കിട്ടുമ്പോഴത്തേക്ക് അത് കറക്റ്റ് മനസ്സിലാവുന്നതാണ്. കൂടാതെ ഇതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉണ്ട്. എന്നാലും 2000 രൂപയ്ക്കുള്ളിൽ വലിയൊരു ഡിസ്പ്ലേ കൂടാതെ ഈ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് വർത്തായിരിക്കും കേട്ടോ. ഡയൽ പാഡ് ഉണ്ട്, ബിൽറ്റ് ഇൻ മൈക്രോഫോൺ, അതുപോലെ തന്നെ സ്പീക്കർ ഉണ്ട്. കൂടാതെ നമുക്ക് 10 കോൺടാക്ട്സും ഒക്കെ നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പൊതുവെ മറ്റുള്ള ഏതൊരു വാച്ചുകളിലും ഇതൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ക്രൗൺ എന്ന് പറയുന്നത് തിരിക്കുമ്പോഴത്തേക്ക് ഓരോന്ന് റൊട്ടേറ്റ് ആകും. അതായത് നമ്മുടെ വാച്ച് സീരീസിലൊക്കെ ഉള്ളതുപോലെ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ അങ്ങോട്ട് വർക്ക്ഔട്ട് ആകും. അതും ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സവിശേഷതയാണ് കേട്ടോ. കൂടാതെ 100+ സ്പോർട്സ് മോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സ്മാർട്ട് വാച്ചുകളിലും കാണാൻ സാധിക്കുന്ന പോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, ബ്ലഡ് ഓക്സിജൻ ആൻഡ് സ്ലീപ്പ് മോണിറ്ററിംഗ് എല്ലാം തന്നെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് കേട്ടോ. വിത്ത് എക്കോ മോഡ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് പല പല മോഡ്സ് ഉണ്ടോ എന്നുള്ളതും നമുക്ക് സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഭയങ്കര സ്ട്രെസ് ഒക്കെ നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ 3 ടൈപ്പ് ഓഫ് ഗെയിംസ് നമുക്ക് ഇതിനകത്തുണ്ട്. അതൊക്കെ ഗെയിം കളിച്ച് നമുക്ക് സ്ട്രെസ് ഫ്രീ ഒക്കെ ആവാൻ പറ്റും. കൂടാതെ പുഷ് യുവർ സെൽഫ് ഫോർ ബെറ്റർ, അതായത് IP68 വാട്ടർ ഡസ്റ്റ് സ്വെറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു വേവ് ഇൻഫിനിറ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1990 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ വെച്ചിട്ട് ഉറപ്പായിട്ടും ഇത് വർത്ത് തന്നെയാണ്. ഒന്നെന്ന് പറയുന്നത് ഡിസ്പ്ലേ 1.85 ആണ്, അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്. കൂടാതെ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ ഇതിലെടുത്ത് പറയുന്ന മറ്റൊരു സംഭവം വെച്ചാൽ ആ ഒരു ക്രൗൺ ഫംഗ്ഷണൽ ക്രൗൺ ആണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 3 കാര്യങ്ങളിൽ ഈ ഒരു പ്രോഡക്റ്റ് 1990 വർത്ത് ബൈങ് എന്ന് പറയാൻ പറ്റും. സ്പെക് വൈസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് പക്ക എനിക്ക് പറയണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. വീണ്ടും എനിക്ക് പറയാനുള്ളത് സ്പെക് വൈസ് വെച്ചിട്ടും അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കണ്ടപ്പോഴത്തേക്കുള്ള രീതിക്കുള്ള മാത്രമാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിന്റെ, അതായത് നിങ്ങൾ വാങ്ങിക്കണമോ വേണ്ടയോ അല്ലെങ്കിൽ 1990 വർത്താണോ എന്നുള്ളത് പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആ ഒരു വീഡിയോക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ട് അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോട്ട് വേവ് ഇൻഫിനിറ്റിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ സ്പെക് വൈസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.